3 ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഒരു വർഷത്തിനിടയിൽ എത്തിയത് 66 ലക്ഷം രൂപയാണ്. 3 പേരുടെയും 2024 ജൂലൈ മുതലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് വിശദമായി പരിശോധിച്ചു. കൃഷ്ണകുമാറിനെതിരായ പരാതിയിൽ മൊഴി രേഖപ്പെടുത്താൻ സ്റ്റേഷനിൽ എത്താൻ ആവശ്യപ്പെട്ടിട്ടും 2 വനിതാ ജീവനക്കാർ അന്വേഷണത്തോട് സഹകരിച്ചിട്ടില്ല. കുറ്റസമ്മതം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ ഇവർ മറ്റെവിടേക്കോ മാറിയിട്ടുണ്ടാകാം എന്ന നിഗമനത്തിലാണ് പോലീസ്. നമസ്കാരം. നടൻ കൃഷ്ണകുമാറിനും ഫാമിലിക്കുമെതിരെ ഉണ്ടായിട്ടുള്ള തട്ടിപ്പിന് ഇപ്പോൾ ഒരു വഴിത്തിരിവുണ്ടായിരിക്കുകയാണ്. പോലീസിന് എല്ലാ തരത്തിലുള്ള എവിഡൻസും ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. പണം ഇവരുടെ അക്കൗണ്ടിൽ ഉണ്ട് എന്നതിനുള്ള തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ കോമഡി എന്താണെന്നറിയോ? തെളിവെടുപ്പിനായി പോലീസ് ഇവരുടെ 3 പേരുടെയും വീട്ടിൽ പോയപ്പോൾ ഇവരാരും അവിടെയില്ല. 3 മുങ്ങി. പേടിച്ചിട്ട് മുങ്ങി എന്ന് വേണം പറയാൻ. അല്ല, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നോ? ഇതാണ് പറയുന്നത് പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന്. പക്ഷേ എവിടെ പോയിരുന്നാലും പിടിച്ചിരിക്കും. കാരണം നിന്നെ പോലെയൊക്കെ ബുദ്ധിയില്ലാത്തവരല്ല ഇവിടുത്തെ പോലീസ്. വക്കീലിനെ കാണാൻ പോയതാണത്രേ. പക്ഷെ ഇത് വക്കീലിനെ ഉണ്ടാക്കിയെടുക്കാൻ പോയതുപോലെ ആയിപ്പോയി. വൈകിട്ടായിട്ടും ഇവർ വീട്ടിലെത്താത്തതിനെ തുടർന്ന് പോലീസിന് മടങ്ങേണ്ട അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 2024 ജൂലൈ മാസത്തിനും ഈ വിവാദങ്ങൾ ഉണ്ടായതിനും ഇടയിൽ 3 പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതിൽ പ്രായോഗികമായി ഒരു പ്രശ്നമുള്ളത്, ഇവർക്ക് 3 പേർക്കും നൽകിയിരുന്ന മാസ ശമ്പളവും ഇതേ അക്കൗണ്ടുകളിലേക്ക് ആണ് എത്തിയത് എന്നാണ് പോലീസിന്റെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ QR കോഡ് മാറ്റി സ്വന്തം അക്കൗണ്ടിലേക്ക് ഈ സ്ഥാപനത്തിൽ നിന്ന് 3 പേരും എത്ര തുക വീതം തട്ടിയെടുത്തിട്ടുണ്ട് എന്നറിയാൻ സമഗ്രമായ പരിശോധന വേണം. പക്ഷേ ഇത്രയും ഭീമമായ ഒരു തുക 3 പേരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക്, അത് വളരെ സാധാരണ ജീവിതം നയിക്കുന്ന സാധാരണ കുടുംബങ്ങളിൽപ്പെട്ടവരാണ് ഈ 3 പേർ. അവരുടെ അക്കൗണ്ടിലേക്ക് ഈ 66 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ നടക്കുക എന്ന് പറയുന്നത് തന്നെ ഈ കേസിൽ പ്രധാനപ്പെട്ട ഒരു തെളിവായി മാറിയിരിക്കുന്ന സാഹചര്യമാണ്. ശരിക്കും QR കോഡിൽ മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ അത് ക്രിമിനൽ കുറ്റമാണ്. 7 വർഷം വരെ ഉള്ളിൽ കിടക്കേണ്ട കേസാണ്. ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ടാക്സ് വെട്ടിക്കാനാണെങ്കിൽ ഈ ക്യാഷ് മുഴുവനായിട്ട് ദിയയുടെ കയ്യിൽ കൊടുത്താൽ പോരായിരുന്നോ? അങ്ങനെയല്ലല്ലോ ചെയ്തത്. ഈ ക്യാഷ് മുഴുവനായിട്ട് ഇവരങ്ങ് വീതിച്ചെടുത്തു. ഒരാൾ വീട് വെച്ചു, ഒരാൾ UK അനുജനെ അയച്ചു. ഇങ്ങനെ എന്തൊക്കെ പരിപാടികളാണ് ഇവർ ചെയ്തു കൂട്ടിയത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയിരിക്കുകയാണ്. ഇവർ പറഞ്ഞ എല്ലാ കള്ളവും പൊളിഞ്ഞിരിക്കുകയാണ്. ഒന്നിനും ഇവരുടെ കയ്യിൽ തെളിവില്ല. എന്താ ചെയ്യുക? ശരിക്കും ഇത് വെറുമൊരു ക്യാഷ് തട്ടിപ്പല്ല ഇവിടെ നടന്നത്. ഇതിന്റെ പിന്നിൽ വളരെ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. കാരണം എന്താണെന്നാൽ കൃഷ്ണകുമാർ ഒരു BJP കാരനാണ്. ഇതിനു പിന്നിൽ എന്തായാലും ഒരു പൊട്ട വക്കീൽ മാത്രമല്ല, ഏതോ ഒരു പാർട്ടിക്കാരൻ ഇതിനു പിന്നിൽ കളിക്കുന്നുണ്ട്. അതെന്തായാലും പെട്ടെന്ന് തന്നെ പുറത്തു വന്നോളും. കൃഷ്ണകുമാർ BJP കാരനായതുകൊണ്ട് കേരളത്തിലെ എല്ലാ ജനങ്ങളും ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് കരുതി കാണും ഈ കള്ളത്തിമാർ. എന്തായാലും പാവമായിപ്പോയി. രാഷ്ട്രീയം നോക്കി കളിക്കാൻ അത്ര വകതിരിവില്ലാത്തവരല്ല കേരളത്തിലെ ജനങ്ങൾ. രാഷ്ട്രീയം മറന്നുകൊണ്ട് എല്ലാ ജനങ്ങളും ന്യായത്തിന്റെ കൂടെ നിന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി ഇത്രയും ദിവസത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. പെട്ടെന്ന് തന്നെ എടുക്കാൻ കഴിയുന്ന കാര്യമാണ് ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കുക എന്നുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ കേസ് ഇത്രയും നീണ്ടുപോയത്? ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഇതൊക്കെ അന്വേഷിക്കേണ്ടതായിട്ടിരിക്കുന്നു. രാഷ്ട്രീയവും മതപരവുമായി ഈ ഒരു പ്രശ്നത്തെ ഒതുക്കേണ്ട ആവശ്യമില്ല. സത്യം എന്ത് തന്നെയായാലും അത് മറന്നീക്കി പുറത്ത് വരിക തന്നെ ചെയ്യും. ഈ ലോകത്തിലെ എല്ലാവരും സത്യത്തിന്റെ കൂടെ തന്നെ നിൽക്കും. മെയിൻ സ്ട്രീം 1 എന്ന ചാനലിൽ കൃഷ്ണകുമാർ സാറുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ട്. അതിന്റെ ചെറിയ പോർഷൻ നമുക്കൊന്ന് കാണാം. ബിസിനസ് നന്നായിട്ട് പൊക്കോണ്ടിരിക്കുന്നു. അപ്പോഴാണ് കല്യാണം നടക്കുന്നു. കല്യാണം കഴിഞ്ഞ് ഗർഭിണിയായി ഇവൾക്കൊരു ഹെൽത്ത് ഇഷ്യൂ വന്നു. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ സിക്നസിൻ്റെ ഇഷ്യൂ. ചിലർക്കത് കുറച്ച് കടുക്കും. ഇവൾക്ക് 5 മാസത്തോളം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇവൾ ഓഫീസിലോട്ട് പോകാതായി. ഫോണിൽ കൂടി എല്ലാം ചോദിക്കുന്നു. ഈ കുട്ടികളെല്ലാം പറയുന്നുണ്ട് ഈ കുട്ടികളായിട്ട് ഭയങ്കര അടുപ്പമാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ എന്തെങ്കിലുമൊക്കെ ഹോസ്പിറ്റൽ ഫംഗ്ഷൻ വരുമ്പോൾ കാണാം സോഷ്യൽ മീഡിയയിൽ ഈ കുട്ടികളാണ് അനിയത്തിമാരെ പോലെ കൂടെ നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു വിശ്വാസം വന്നപ്പോൾ എന്ത് വെച്ചാൽ ഇവർ പറയുന്ന കണക്കെന്ന് ഇവിടെ വിചാരിക്കുന്നു. എന്നാൽ ഓൺലൈൻ കച്ചവടം വേറെ സൈഡിൽ കൂടി നടക്കുന്നുണ്ട്. പക്ഷേ ഈ സ്റ്റോറിനകത്ത് വോക്കിൻ ഒന്നും നടക്കാതാവുന്നു. പലപ്പോഴും ചോദിക്കുമ്പോൾ ആൾ വരുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഇവരെപ്പോഴും ചെക്ക് ചെയ്യുമ്പോഴൊക്കെ ആൾക്കാർ വന്നു പോകുന്നത് കാണുന്നുണ്ട് ഈ CCTV വീഡിയോ. എപ്പോഴൊക്കെ ചോദിച്ചാൽ പറഞ്ഞു അങ്ങനെയാണ് 1-2 തവണ ചിലർ പൈസ എടുത്തത് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറയടാ 10,000-15,000 രൂപ ശമ്പളമല്ലേ ഉള്ളൂ, 15,000 രൂപയുടെ ശമ്പളം വിട്ടുകളാ 2,000 ഒക്കെ എടുത്തത്. പക്ഷെ 3-4 തവണ ഇപ്പോൾ ഞാനേ പറഞ്ഞു സ്ഥിരമായി മോഷ്ടിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്കൊരു ക്രിമിനൽ ഇതുണ്ട്, ഇനി വരെ വെക്കരുത്. പക്ഷെ അപ്പോൾ ഇവള് ഭയങ്കര അടുപ്പവും ഈ ഗർഭത്തിൻ്റെ ഈ വിഷയം വന്നപ്പോൾ അവരെ ഇനി മാറ്റി വേറെ ആൾ എടുക്കുന്ന കാര്യമൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായി ബിസിനസ് നടത്തുമെന്ന് പറയുന്നത്. ഇത് ഇവർക്കൊരു സുവർണ്ണ അവസരമായി. ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അതിനകത്ത് കാണാം, റെക്കോർഡിങ്ങിൽ എല്ലാ വീഡിയോയും കാണാം. കസ്റ്റമേഴ്സ് വരുമ്പോഴത്തേക്ക് അവരോട് പറയും QR കോഡ് വർക്ക് ചെയ്യുന്നില്ല. എന്നിട്ട്
ഞങ്ങളെങ്ങനെ പേ ചെയ്യും? കാർഡിൽ ഒരു കാർഡ് എടുക്കാൻ മെഷീനില്ല. അത് സാറില്ല, ഞങ്ങൾ വേറെ QR കോഡ് തരാം എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഫോണിൽ നിന്ന് QR കോഡ് കാണിക്കുന്നത്. ഇതിൻ്റെയൊക്കെയാണ് വീഡിയോകൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതങ്ങനെ സ്ഥിരമായിട്ട് എടുത്തതാണ്. അപ്പോൾ ഓഡിറ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് അവർ പറഞ്ഞ കുറച്ച് വേരിയേഷൻ ഉണ്ട്, സ്റ്റോക്ക് ഇതും മാച്ച് ആവുന്നില്ല. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന സ്റ്റോക്ക് ഓൺലൈൻ പോയത് ഇത് മാച്ച് ആവാത്തുന്നു. പക്ഷേ പിന്നീട് ഇവൾക്ക് പിടികിട്ടി മെയ് മാസം അവസാനം ഈ കുട്ടികളോട് ചോദിക്കുമ്പോൾ അയ്യോ അങ്ങനെ ഇല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. കാരണം ഇഷാനി മൂന്നാമത്തെ മോളുടെ ഒരു ഫ്രണ്ട് ഇവിടെ നിന്ന് സാധനം വാങ്ങിച്ചത് വേറൊരു QR കോഡ് കൊടുത്തു. അപ്പോൾ മോൾ ആ കുട്ടി പറഞ്ഞു ഇത് ഓസിഡല്ല, ഇത് ഓസിഡല്ല, ഇത് അക്കൗണ്ടൻറ്റിൻ്റെയാണ്. അപ്പോൾ ഈ കുട്ടിക്ക് ഡൗട്ട് അടിച്ചിട്ട് കൊടുത്തു പേയ്മെൻറ്റ്. ഇഷാനി വിളിച്ചു പറഞ്ഞു, ഇഷാനി നമ്പർ വെച്ച് നോക്കി ഇവരുടെ ഇതിൽ വന്നിട്ടില്ല ഓസിഡ് അക്കൗണ്ടിൽ. അവിടെ നിന്നാണ് ഈ സംസാരം വരുന്നതും ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നു. ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഞങ്ങൾ ഇത്ര വിചാരിക്കുന്നില്ല. അപ്പോഴും പൈസ പോയിട്ട് പിടികിട്ടി. ഇവർ വിളിച്ചു പറഞ്ഞു, ആദ്യം സമ്മതിച്ചില്ല. ഇവർ പറഞ്ഞു കുറച്ച് പൈസ ഞങ്ങൾ കൊണ്ട് തരാൻ എടുത്തുപോയി. അങ്ങനെ ഇവർ ഈ കുട്ടികൾ ഓസ് താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ താഴേക്ക് കുറച്ച് പണവുമായിട്ട് വരുന്നു. അവരുടെ 3 പെൺകുട്ടികളാണ്, അതിൽ 2 പേര് കല്യാണം കഴിച്ചു, അവരുടെ ഭർത്താക്കന്മാരുണ്ട്. ഇപ്പോഴൊന്നും ഞങ്ങൾ സീനില്ല. ഞാൻ അന്ന് ഓഫീസിൽ ഇരിക്കുക, ഇത് എൻ്റെ ഓഫീസാണ്. അങ്ങനെ അവിടെ വന്നപ്പോഴത്തേക്ക് അവരുടെ ഫോൺ വാങ്ങിച്ച് നോക്കി, GPay കാണിക്കാൻ പറഞ്ഞു. ആ GPayയിൽ നിന്നാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് കാണുന്നത്. ഒരാളൊന്ന് 10,000 രൂപയ്ക്ക് വാങ്ങിച്ചാൽ അപ്പം തന്നെ 3,000 ചില്ലുവാൻ രൂപ മറ്റ് 2 പേർക്കും ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുന്നു. ഇത് ഇതായപ്പോഴത്തേക്ക് ഞങ്ങളെ വിളിപ്പിച്ചു. ഞങ്ങളവിടെ ചെല്ലുമ്പോഴത്തേക്ക് അസോസിയേഷൻ ആൾക്കാർ പറഞ്ഞു കൃഷ്ണമാർ ഇവിടെ ആൾ കൂടിയുന്ന ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഓഫീസിൽ പോകാം. അവർ ഞങ്ങളുടെ കാര്യം തന്നെ കൊണ്ടിരുന്നു. അവരുടെ ഭർത്താക്കന്മാർ കൂടെ ബൈക്കിൽ വരുന്നു. ഇവിടെ എന്താ മുകളിൽ ഇതാണ് നിങ്ങൾ കണ്ടു കാണാം വീഡിയോയിൽ. അവിടെ നിന്ന് സംസാരിച്ചു. ഞങ്ങളെല്ലാം ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഇനിഷ്യൽ ഇതിൽ തന്നെ 69 ലക്ഷം രൂപയുടെ നടന്നിരിക്കുന്നു. അപ്പോൾ ഇവർ കുറച്ച് ബഹളമൊക്കെ കാണിച്ച് നോക്കി. ഞങ്ങൾ പറഞ്ഞു ഒന്നും വേണ്ട, നിങ്ങൾക്ക് എന്താ വേണ്ടത്, ഭക്ഷണം വേണോ, വെള്ളം വേണോ? അതാണ് ആഹാരമൊക്കെ വീട്ടിൽ കാണാം. കാരണം നമുക്ക് വേറെ പല രീതിയിൽ സംസാരിക്കാൻ അറിയാം. പക്ഷെ അതൊന്നുമല്ല. പക്ഷേ നമ്മുടെ സ്റ്റാഫ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കുകയും ചെയ്യും. ചെറിയ ചോദിച്ചു നിങ്ങളാരാ പോലീസിനെ പോലെ ചോദിക്കാൻ? അവനവൻ്റെ പണം പോകുമ്പോഴത്തേക്ക് അവനവനറിയാം, വല്ലവൻ്റെ പണം പോകുമ്പോഴത്തേക്കാണ് സിമ്പതി തോന്നുന്നത്. കൃത്യമായിട്ട് ചോദിച്ചപ്പോൾ ഇതാണ് വിഷയം. അവർ പറഞ്ഞു ഞങ്ങൾ കുറച്ച് പൈസ ഇപ്പം തന്നെ കൊണ്ടുവന്നു. ഇതിന്നൊരു ഭർത്താവ് പയ്യൻ വെളിയിൽ പോയി ഒരു 3-4 മണിക്കൂറിനകത്ത് ഒരു 8,83,000 രൂപ ക്യാഷ് കൊണ്ടിരുന്നു. ഒന്ന് ആലോചിക്കണം, പെട്ടെന്ന് ഒരു 1.5 ലക്ഷം റേസ് ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ തന്നെ ഞാനും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ബിസിനസ്സിലൊന്നും ചെയ്യാൻ. ഇതാണ് ഇവർ കൊണ്ടുവന്ന പൈസയുടെ ദൈവാൻ അന്ന് എല്ലാം വീഡിയോ എടുത്തു വെച്ചു, ഇല്ലെങ്കിൽ കഥ മാറിപ്പോയത്. എത്ര കൃത്യമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകൾ എടുത്താൽ നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തിന്റെയോ കുടുംബത്തിന്റെയോ ഭാഗത്ത് ഒരു തരത്തിലുള്ള തെറ്റുമില്ല എന്ന്. സ്വന്തം മകൾക്കൊരു പ്രശ്നം വരുമ്പോൾ അച്ഛൻ എന്ന കടമ അയാൾ വളരെ ഭംഗിയായി നിർവഹിച്ചു. എന്ത് ഭംഗിയായിട്ടാണ് അദ്ദേഹം ഓരോന്നിനും മറുപടി കൊടുക്കുന്നത്. ആങ്കറിനെ പോലും മോളെ എന്ന് വിളിച്ച് സംസാരിക്കുന്നു. ശരിക്കും ഇദ്ദേഹത്തോട് റെസ്പെക്ട് തോന്നുന്നു. ഇവിടെ മോഷണവും വഞ്ചനയും നടത്തിയതിനെതിരാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അത് അന്വേഷിച്ച് ഈ പെരുങ്കള്ളികളെ റിമാൻഡ് ചെയ്യുക തന്നെ ചെയ്യും. ഉണ്ട ചോറിന് നന്ദിയില്ലാത്ത വർഗങ്ങൾ എങ്ങനെയാണ് ഒരാളെ വിശ്വസിച്ച് ജോലിക്കെടുക്കുക? ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകുമ്പോൾ, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് മാന്യമായി ജോലി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. തട്ടിപ്പും വെട്ടിപ്പും കൊണ്ട് ഒരാളും ജീവിതത്തിൽ ഒന്നും നേടാൻ പോകുന്നില്ല. മാന്യമായി ജോലി ചെയ്യുന്നതിന് ഒരന്തസ്സുണ്ട്, അതിപ്പോ കൂലിപ്പണി ആയാൽ പോലും. ഒരു ബിസിനസ് എത്ര വലുതോ ചെറുതോ ആയിക്കോട്ടെ, മന്ത്ലി ഓഡിറ്റിംഗ് വളരെ നല്ലതാണ്. ഇയർലി ഓഡിറ്റിനേക്കാൾ നല്ലതാണ് മന്ത്ലി ഓഡിറ്റിംഗ്. ഇങ്ങനെ മന്ത്ലി ഓഡിറ്റിംഗ് ചെയ്താൽ കണക്കിൽ എന്തേലും കള്ളത്തരമുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് പിടിക്കാൻ വേണ്ടി കഴിയും. എന്തു തന്നെയായാലും സത്യം ഒന്നേയുള്ളൂ, അത് മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും.